ഇടുക്കി വാരാട്ടുമേട്ടിലെ നടൻ പ്രകാശ് രാജിന്റെ കയ്യേറ്റത്തിൽ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങി റവന്യൂ വകുപ്പ്. കയ്യേറ്റ ഭൂമി കണ്ടെത്താൻ നടപടികൾ ആരംഭിച്ചു. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട പ്രകാശ് രാജിന് വീണ്ടും നോട്ടീസ് നൽകും. റിപ്പോർട്ട് കാണാം. ടൂറിസം കേന്ദ്രമായി വളർന്നു വരുന്ന പീരുമേട് മണ്ഡലത്തിലെ വരാട്ടുമേട്ടിലാണ് നടൻ പ്രകാശ് രാജ് ഭൂമി കയ്യേറിയത്. ഏലപ്പാറ, വാഗമൺ വില്ലേജുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് പട്ടയമുള്ള ഭൂമിയുടെ വശത്തെ റവന്യൂ പുറമ്പോക്കിലാണ് കയ്യേറ്റം നടന്നത്. 20 സെന്റിലധികം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി പ്രകാശ് രാജിന് റവന്യൂ വകുപ്പ് 2 ആഴ്ച മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഹിയറിംഗിന് ഹാജരാകാൻ പ്രകാശ് രാജ് തയ്യാറായില്ല. നോട്ടീസ് ലഭിച്ചില്ല എന്ന വാദമാണ് നടൻ മുമ്പോട്ട് വച്ചത്. ഇതോടെയാണ് നടപടി ഘടിപ്പിച്ച് രണ്ടാമതും നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചത്. 2 ദിവസത്തിനകം നോട്ടീസ് റവന്യൂ വകുപ്പ് പ്രകാശ് രാജിന് കൈമാറും. ഭൂമിയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രകാശ് രാജ് നടത്തിയിട്ടുണ്ട്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന മുറയ്ക്ക് കയ്യേറ്റ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊളിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. അതേസമയം സ്ഥലത്തിന്റെ പട്ടയം സംബന്ധിച്ചും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു. 185/1 എന്ന സർവേ നമ്പറിലുള്ള സ്ഥലത്തിനാണ് പ്രകാശ് രാജിന് പട്ടയമുള്ളത്. പട്ടയമുണ്ടെന്ന് അവകാശപ്പെടുന്ന സ്ഥലമുള്ളത് 187 എന്ന സർവേ നമ്പറിലും. പ്രദേശത്തെ മറ്റു പട്ടയങ്ങൾക്കും ഈ വിഷയമുണ്ടെന്നും സർവേ നമ്പർ രേഖപ്പെടുത്തിയപ്പോൾ തെറ്റ് സംഭവിച്ചതാകാമെന്നുമാണ് റവന്യൂ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിലും വിശദമായ പരിശോധന നടത്താനാണ് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ജനം, ഇടുക്കി.